അയ്യോ, ആരാ നിങ്ങളൊക്കെ? ഞാൻ ഉണ്ണി, ഇത് ദാസൻ. മോനായി. ഞാൻ കൊച്ചമണി. അറിയാം, പാർത്തേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അയ്യോ, പാർത്തേട്ടനെ അറിയോ? പിന്നെ ഞങ്ങളൊക്കെ തമ്മിൽ വലിയ അടുപ്പത്തിലാ. ആണോ? ചായ എടുക്കട്ടെ? അയ്യോ വേണ്ട. എടാ, പാർത്തേട്ടൻ പറഞ്ഞ ശരിയാ, നല്ല മനസ്സാ. അല്ലെങ്കിൽ പിന്നെ ഡ്രൈവർ കയറി ചേട്ടാന്ന് വിളിക്കും. എന്താ ഇപ്പൊ പറഞ്ഞേ? ഹേയ്, ഒന്നുമില്ല. ചേച്ചി ഒരു വലിയ ഹൃദയത്തിന്റെ ഉടമയാണെന്നും അന്യരുടെ വിഷമം കണ്ടാൽ ചേച്ചിയുടെ ആ വലിയ ഹൃദയം ഉരുകുമെന്നും ചുരുകുമെന്നും പാർത്തേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ചായ എടുക്കട്ടെ? വേണ്ട. എന്നാ പിന്നെ ചായ എടുക്കാം അല്ലേ? വേണ്ട. ഞങ്ങളൊരു കാര്യം പറഞ്ഞ ചേച്ചി ചെയ്തു തരുമോ? എന്താ? ഞങ്ങളൊരു കെണിയിൽ അകപ്പെട്ടിരിക്കുക. എല്ലാം പാർത്തേട്ടൻ അറിയാം. ചേച്ചി മനസ്സ് വെച്ചാ നടക്കുമെന്ന് പറഞ്ഞു. അയ്യോ, നടക്കുമെന്ന് പാർത്തേട്ടൻ പറഞ്ഞോ? കഷ്ടമായി പോയി. ഞാൻ മനസ്സ് വെച്ചിട്ടൊന്നുമല്ല, അറിയാറങ്ങ് നടന്നു പോന്നതാ. അങ്ങനെ പറയരുത്, എങ്ങനെയെങ്കിലും നടക്കണം. അയ്യോ, അങ്ങനെ എപ്പോഴും എങ്ങനെയാ നടക്കുന്നേ? അതും നിങ്ങൾ ഈ നേരത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ നടക്കാനാ? രാത്രി ആവുമ്പോഴേ അറിയാറങ്ങ് നടന്നു പോന്നതാ. ചായ എടുക്കട്ടെ? ആരാ അവിടെ? അയ്യോ, പാർത്തേട്ടന്റെ ഫ്രണ്ട്സാ. അതാരാ? കൊച്ചമ്മ, ഈ പച്ചമ്മലാലിയുടെ ചേച്ചി ത്രേസ്യാമ്മ കൊച്ചമ്മ. ചായ എടുക്കട്ടെ? അപ്പൊ നിങ്ങളോ? അയ്യോ, ഞാൻ പാർത്തേട്ടന്റെ ഭാര്യ കൊച്ചമണി. അയ്യേ, ഇതിനെന്താ? അയ്യോ അയ്യോ, ഈ കൊച്ചിങ്ങൾക്ക് എന്തോ പറ്റി? പോയി ചായ കൊണ്ടുപോയോ ചേച്ചി? നിങ്ങൾ ഈ പറയുന്നൊക്കെ സത്യമാണെന്ന് ഞാൻ എങ്ങനെയാ വിശ്വസിക്കുക? വിദ്യാഭ്യാസമുള്ളവരാ ഞങ്ങൾ 3 പേരും. പഠിച്ച് പാസ്സായി ഒരു ജോലിയും കിട്ടാതായപ്പോഴാ ഇങ്ങനൊരു ബിസിനസ് തുടങ്ങിയ. എല്ലാവരും ഒറ്റ നിമിഷം കൊണ്ട് ഏൽപ്പിച്ച മുതലാളി തകർത്തില്ലേ? ഇനി അമ്മച്ചി അല്ലാതെ ഞങ്ങളെ സഹായിക്കാൻ വേറെ ആരുമില്ല. അമ്മച്ചിയാണ് സത്യം. ഞങ്ങളീ പറഞ്ഞൊക്കെ നേരാ. അമ്മച്ചിന്ന് വിളിച്ച മക്കളുടെ നാവ് കള്ളം പറയില്ല എന്ന് വിശ്വസിച്ച് ഞാൻ ഈപ്പച്ചനെ ഇപ്പൊ തന്നെ വിളിച്ചു പറയാം. ചെന്ന് എത്രയും പെട്ടെന്ന് ഈപ്പച്ചനെ കാണാൻ. എന്തോന്നിനാണ് ബോംബെ മുഴുവൻ തെരഞ്ഞെടുത്ത് എന്റെ കാശിങ്ങനെ മുടിക്കുന്നത്? ഓൺ സർവീസിന് ഇതുവരെ കിട്ടിയില്ലേ? വന്നാ അവിടെ ഇവിടെ വിളിക്കാൻ പറയേ. എന്താടോ മെഴുങ്കസിയാന്ന് പറഞ്ഞ് നോക്കി നിൽക്കുന്നേ? ഇത്രയൊക്കെ സംഭവിച്ചിട്ട് തനിക്കൊന്ന് ഫോൺ ചെയ്യാൻ പോലും തോന്നിയില്ലല്ലോ. ഒന്ന് പോടോ. ഞാൻ അനുഭവിക്കുന്ന ടെൻഷൻ പറഞ്ഞാൽ തനിക്ക് മനസ്സിലാകില്ല. തന്നെ കൊല്ലാൻ പോകുന്നവരെ പിടിക്കാൻ ഞാൻ ഇനി നേരിട്ടിറങ്ങാൻ പോവുക. ഇതിനൊരു അവസാനം കാണണമല്ലോ. അത് തന്നെ, അന്ത്യം കാണണമല്ലോ. ഞാൻ റെഡി. ആരാ ഇത്? ഗേളി. ഗോളിയോ? ഗോളിയല്ല, ഗേളി. ഫസ്റ്റ് കസിൻ. ഞാൻ പറഞ്ഞിട്ടില്ലയോ, ബാംഗ്ലൂരിലുള്ള അവറാച്ച വെല്ലിപ്പന്റെ മോള് ഗേളി. ഞാൻ എപ്പോഴും പറയാറില്ലയോ, എന്റെ പാർട്ണർ ഈ പച്ചൻ. ഇതാണ് ആള്. ഹലോ ഹലോ. നമ്പർ ഈ പച്ചമോലാളി. പഞ്ഞങ്ങൾ ഇവിടെയും വന്നോ? നീക്ക് എന്താടാ വിചാരിച്ചേ? ത്രേസ്യാമ്മ ചേച്ചി വിളിച്ചു പറഞ്ഞ എന്റെ മനസ്സ് മാറുന്നോ? പോടാ. പോകാം, പക്ഷേ മുതലാളി അന്ന് കൊലപാതകയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത് ഞങ്ങള് കാരണമാ. തെണ്ടാവുന്നിടത്തുനിന്നൊക്കെ തെണ്ടിയാ ഞങ്ങളെ സ്ഥാപനം തുടങ്ങിയതിന്റെ 16-ന് അങ്ങ് കൊടുങ്കാറ്റ് പോലെ വന്ന് ഇടിച്ച് എല്ലാം തകർത്ത് തരിപ്പണമാക്കിയ. കറക്റ്റ് 16-നാ? ഞാൻ വിചാരിച്ച് 28-നാണെന്ന്. അങ്ങ് വലിയവനാണ്, വിശാല ഹൃദയനാണ്, മനസ്സിലുള്ളവനാണ്, ആരെയും സഹായിക്കുന്ന കേട്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ കാര്യം വന്നപ്പോ മാത്രം. പോവാ മുതലാളി, ഞങ്ങള് പോവാ. ഒന്നോർത്തോ, മുതലാളിയെ കൊല്ലാൻ അവന്മാർ ഇനിയും വരും, ഷുവർ. അപ്പൊ മുതലാളി എവിടാണെങ്കിലും ശരി, ഞങ്ങൾ അവിടെ വന്ന് ഞങ്ങളെ നെഞ്ച് കാണിച്ചു കൊടുത്തോണ്ട് പറയും, ഞങ്ങളെ കൊന്നോ, ഈ നല്ല മനുഷ്യനെ വെറുതെ വിടുന്ന്. ബൈ. പോവാ. ആരെയും പൂർണ്ണമായി മനസ്സിലാക്കാതെ ആർക്കും ഒരു സഹായവും ഞാൻ ചെയ്യാറില്ല. എന്റെ ത്രേസ്യാമ്മ ചേച്ചി പറഞ്ഞപ്പോഴും എനിക്ക് നിങ്ങളെ കുറിച്ച് അത്ര വിശ്വാസം വന്നില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് ബോധ്യമായി നിങ്ങൾ നല്ല കുട്ടികളാണെന്ന്. താങ്ക് യു. നിങ്ങളെ രണ്ടുപേരെയും ഞാൻ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ ഞാനോ? നിന്നെ ഞാൻ ഡിസപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. എന്തിന്? അന്ന് നീ എന്നെ എന്താ വിളിച്ചത്? വീണ്ടും വിളിക്കുന്നു. എവിടെ പിടിച്ച് പുറത്താക്ക്. അന്നത്തെ ആവേശത്തിന് ആളറിയാതെ ഞാൻ റാസ്കലിനെ വിളിച്ചതാ. സത്യത്തിൽ ഞാൻ നീ ഒന്നും പറയാൻ നിൽക്കണ്ട, പുള്ളിക്കാരൻ ഭയങ്കര ചൂടില്ല. ഇനി ഇവിടെ വന്നാൽ കൂടുതൽ പ്രശ്നം. അവനെ വിളിച്ചാടോ? അതെ, ഇപ്പൊ കമ്പനിയിൽ ആരെങ്കിലും അപ്പോയിന്റ് ചെയ്യുമ്പോ പാർട്ട്ണറായി എന്നെയും കൂടെ കൺസൾട്ട് ചെയ്യുക എന്നുള്ളതല്ലേ അതിന്റെ ഒരു ഇത്.
ഈയിടെയായിട്ട് അതിന്റെ ഒരു ഇത് എനിക്ക് അല്പം കുറവാ, ഇതിന്റെ ഒരു അത് അല്പം കൂടുതലാണ്. മനസ്സിലായില്ല? പണ്ട് ആർക്കിമിഡീസ് പാതിരാത്രി ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റ് യുറേക്ക യുറേക്ക എന്ന് വിളിച്ചുകൊണ്ട് ലോകമൊട്ടുക്കും ഓടിയതിന്റെ 10 ഇരട്ടി വേഗത്തിൽ ഞാൻ ഓടി. രക്ഷിക്കണേ രക്ഷിക്കണേ നല്ലൊരു വിളിച്ചുകൊണ്ട്. അന്ന് ഒരുത്തനെങ്കിലും ഉണ്ടായിരുന്നോ? പാർട്ട്ണറാണ്, അതുകൊണ്ട് പാതി ഇവിടെ ഞാൻ കൊണ്ടോളാന്ന് പറഞ്ഞു ഇല്ലായിരുന്നല്ലോ. ഞാനൊരു ആവേശത്തിൽ എന്തൊക്കെയോ പറഞ്ഞുപോയി, സോറി. എന്തായാലും ഞാൻ ആ പിള്ളേരെ അപ്പോയിന്റ് ചെയ്തു പോയി. തറവാടികൾക്ക് വാക്കാണല്ലോ വലുത്. ഇനി എന്റെ കാര്യം ആ പിള്ളേര് നോക്കിയോളൂ. വരട്ടെ. ദൈവത്തെ മനസ്സിൽ വിചാരിച്ച് ഐശ്വര്യമായിട്ടങ്ങ് തുടങ്ങിക്കോ. അതെ, ദൈവത്തെ മനസ്സ് വിചാരിച്ച് ഐശ്വര്യമായിട്ട് അങ്ങ് തുടങ്ങാം. ശരിയാ. ദൈവത്തെ മാത്രം വിചാരിച്ചാ പോരാ, സെൽഫ് കൺട്രോൾ പോകാതെ നോക്കണം. സെൽഫ് കൺട്രോളോ? ആ നീ നോക്കിയേ, ഇവിടെ മൊത്തം ഒരു വിമൻസ് കോളേജ് എഫക്ട് അല്ലേ? ഓ, നിന്റെ ഒരു കാര്യം. എടാ, നമ്മൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ കാട്ടുകൂട്ടിയാലേ ഈപ്പച്ച മുതലാളിക്ക് നമ്മളോടൊരു സിമ്പതി വരൂ. എന്ന് വെച്ചാ നമ്മൾ മിടുക്കന്മാരാണെന്ന് തെളിയിച്ച് എങ്ങനെയെങ്കിലും ഈ ഓഫീസിന്റെ മെയിൻ പാർട്ടീസായി മാറണം. അപ്പൊ മുതലാളി നമ്മളോട് കൂടുതൽ എടുക്കും. മുതലാളി 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 എന്റെ കാര്യം എന്തായാലും ഒന്ന് തീർത്തു തരണം. നിന്റെ കാര്യം ഞാൻ തീർത്തു തരാം. മുതലാളി അവിടെ മോനെ വേണ്ട, ഞാനാ പറയുന്നത്. എനിക്ക് നിങ്ങൾ മാത്രം അങ്ങനെ ജോലി ചെയ്ത് സുഖിച്ച് ജീവിക്കണ്ട. എനിക്കും ജോലി വേണം, എനിക്കും ജീവിക്കണം. മോനെ ബഹളം വേണ്ട, ഞാനല്ലേടാ പറയുന്നേ. അടുക്കരുത് അടുക്കരുത് പറഞ്ഞ് മുതലാളി 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 എന്നോട് ക്ഷമിക്കണം. ഞാൻ മനഃപൂർവ്വമല്ല, ഞാൻ അവനെ അറിഞ്ഞതാ. എറിഞ്ഞു പൊട്ടിക്കാൻ എന്റെ കമ്പനി പ്രോപ്പർട്ടി നിനക്ക് കിട്ടിയുള്ളോ? നിന്നോട് പറഞ്ഞിട്ടില്ലേ ഈ പരിസരത്ത് കാലുകുത്തരുതെന്ന്? ഓടാ. മുതലാളി എന്റെ ജോലിക്കാര്യം നോക്കിയിരിക്കാതെ പിടിക്കടാ. എന്നല്ലടാ, ഈ കൊരങ്ങനെ പിടിച്ച് പുറത്താക്ക്. ഇവനെ പിടിച്ച് പുറത്താക്കണോ? ഈ വെള്ള കൊരങ്ങനെ പുറത്താക്കും. കരിങ്കാലികളെ നോക്കിക്കോ. ഇവിടുന്ന് ഇറങ്ങിയാൽ നിങ്ങൾ നേരെ വീട്ടിലേക്കല്ലേ പറഞ്ഞത്. കാണിച്ചു തരാണ് ഞാൻ. ചാട്ടിയന്മാര്. അവൻ ഇനി ഇവിടെ ജോലി എന്ന് പറഞ്ഞു വന്നാ ആദ്യം പോകുന്ന നമ്മുടെ ജോലിയായിരിക്കും. മനസ്സിലായടാ നിന്റെയൊക്കെ മനസ്സിലിരിപ്പ് ഇപ്പൊ എനിക്ക് ശരിക്കും മനസ്സിലായി. അതെ, നിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാ മുതലാളി നിന്നെ പിടിച്ച് പുറത്താക്കി. അതേടാ എന്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ സമ്മതിച്ചു. പക്ഷെ അയാൾ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, അത് മരിച്ചാൽ എന്റെ മനസ്സിന് പോലെടാ. ഏത് വാക്ക്? എന്താടാ നോക്കിയിരിക്കുന്നേ? പിടിച്ച് പുറത്താക്കടാ ഈ കൊരങ്ങനെ. ഇല്ലേ നിങ്ങൾ രണ്ടുപേരെയും ഞാൻ പിടിച്ച് പുറത്താക്കും എന്നൊക്കെ അയാൾ പറഞ്ഞപ്പോ നീ കൂടി നോക്കിയിരുന്നടാ. അതൊക്കെ ശരി മോനായി, പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം. എങ്ങനെയെങ്കിലും മുതലാളിയെ സോപ്പിട്ട് നിന്റെ ജോലിക്കാര്യം ശരിയാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഉറപ്പാണോ? ഉറപ്പാ. എന്നാൽ എത്രയും പെട്ടെന്ന് ജോലി ശരിയാക്കിക്കൊള്ളണം. ഇല്ലെങ്കിണ്ടല്ലോ അവിടെ കയറുന്ന മൊത്തം കുളം എന്തിനാ? അങ്ങനെ നിങ്ങൾ മാത്രം ജോലി ചെയ്ത് സുഖിച്ചാ പോരല്ലോ. ഒന്നില്ലെങ്കിൽ നമ്മൾ 3 പേര് അകത്ത്, അതല്ലെങ്കിൽ 3 പേരും പുറത്ത്. മോനെ എന്താടാ അത്? ആരാടാ നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തിട്ട്? ആരാടത്? ആരാടാ നീ? ഞാൻ നിങ്ങളെ പോലെ ഒരാണാ. എടാ ദാസ്, ആരാടാ ഇവൻ? വാലിത്തിരി കൂടുതലാണല്ലോ. പാലത്തിരി കൂടുതലാണെന്ന് കുട്ടപ്പള്ളിയും പറഞ്ഞു. ഞങ്ങളുടെ വീട്ടിൽ കണ്ടുവരുന്ന സാധനം എന്തിനാ? അതെടുത്ത് പുറത്തിട്ട്. ഞങ്ങളുടെ വീട്. ആ, ഞങ്ങളുടെ വീട്. ഇവനൊരു എല്ല് കൂടുതലാണല്ലോ. ആരാടാ നീ? എടുത്തകത്തിറതൊക്കെ പോടാ. ഓഹോ, അപ്പൊ ഇങ്ങനെ ഒരു സാധനം അകത്തുണ്ടായിരുന്നല്ലേ? ഇയാളാരാ? ഞാൻ ആരാന്നോ? പട്ടാപ്പകല് 18കാരിയെ വെട്ടിക്കൊന്ന് ജയിലിൽ പോയി പരോളിനിറങ്ങിയ ഒരു പാവം കൊലയാളി. ജാതക പ്രകാരം ഇനിയും ഒരു കൊലപാതകം കൂടി ബാക്കിയുണ്ട്. എന്താ? ഓഹോ, എന്നാ ഇയാള് എത്രയും പെട്ടെന്ന് ആരെങ്കിലും കൂടെ കൊന്നിട്ട് ജയിലിൽ പോയി കിടന്നേ. ബാക്കിയുള്ളവർക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാലോ. എടീ, എന്താ എന്താ പ്രശ്നം? എന്താ പ്രശ്നമെന്നോ?
3 ബാച്ചിലേഴ്സ് മാത്രം താമസിക്കുന്ന ഈ വീട്ടിൽ കയറി നിങ്ങൾ താമസിച്ച നാട്ടുകാർ ഞങ്ങളെ പറ്റി എന്ത് വിചാരിക്കും? ഞങ്ങളെ പറ്റി നിങ്ങൾ എന്ത് വിചാരിക്കും? നിങ്ങളെ പറ്റി നിങ്ങൾ എന്ത് വിചാരിക്കും? പെട്ടിയും കിടക്കും കെട്ടിപ്പറക്കി പെട്ടെന്ന് ഇവിടെ ഇറങ്ങിക്കോണം, ഇല്ലെങ്കിൽ ഇത് ഓഹോ, അത് താനാണോ തീരുമാനിക്കുന്നത്? എന്നാൽ ഇപ്പൊ ഇറങ്ങാൻ സൗകര്യമില്ല. താൻ എന്തോ ചെയ്യും? എന്താ നോക്കുന്നേ? നിങ്ങളുടെ വീട് ഞങ്ങൾ കയ്യേറിയെന്ന് പറഞ്ഞ ചെന്ന് കേസ് കൊടുക്ക്. എന്താ മോളിത്? പോകാൻ പറയാമേ. ഇവരൊന്നും ഒരു മണ്ണം കെട്ടി ചെയ്യില്ലെന്നേ. ഉണ്ണിദാസ, ഇനി ഇവരോട് സംസാരിച്ച് എന്നിട്ട് യാതൊരു കാര്യമില്ല. ഇത് തന്നെ, മാന്യന്മാരുടെ കളി. മാറാൻ. നിക്കേ. കുട്ടമ്പള ചേട്ടാ, ആരാ ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തിട്ട്? ഓ ഇതാണോ? അത് തന്നെ. താഴെ ഞാൻ അവർക്ക് വാടക കൊടുത്തിരിക്കാം. നിങ്ങൾ മുകളിലേക്ക് പോയി. പിള്ളച്ചേട്ടാ എന്ത് തോന്നിയാസോ ഇത്? തോന്നിയാസോ? ആ. ഞാൻ എന്റെ വീട് ആർക്ക് വേണമെങ്കിലും വാടക കൊടുക്കും. നീയൊക്കെ ആരാ ചോദിക്കാൻ? വെറുതെ അല്ലല്ലോ, മാസാമാസം ഞങ്ങൾ വാടക തരുന്നില്ലേ? പിന്നെ വാടകയുടെ പ്രശ്നമാണെങ്കിൽ വിഷമിക്കാനൊന്നും എന്താ വാടക വേണ്ടേ? വാടക വേണം. പക്ഷെ അതിന് നേർപ്പകുതി വാടക മേലിലുള്ളൂ. നിങ്ങൾ മുകളിലേക്ക് പോയിക്കോ. പിള്ളച്ചേട്ടാ ഒന്നും പറയണ്ട, നിങ്ങൾ ചെല്ലേ. ഓഹോ, അപ്പൊ എല്ലാരും കൂടെ ഉള്ള ഒത്തുകളിയായിരുന്നു അല്ലേ? എടാ ദാസ മോനെ, വാടാ നമുക്ക് അവരെ പിടിച്ച് പുറത്താക്കാം. പിള്ളച്ചേട്ടൻ എന്തെങ്കിലും ചെയ്യുമെങ്കിൽ ചെയ്യും, ഞങ്ങൾ കാണട്ടെ. മോനെ ഉണ്ണി നിക്കേ. കയ്യൊന്നൂറും എന്നോട് ഇവരോട് ചൂടായിട്ടൊരു കാര്യമില്ല. എന്നെ ഇവരെ കൊണ്ടുവന്നത് അച്ഛനാ. അച്ഛനോ? ഏതച്ഛൻ? ബുള്ളറ്റ് അച്ഛൻ. എന്താ അച്ഛൻ എങ്ങനെ ഒരു അച്ഛനായ അച്ഛാ? അതൊരു വലിയ കഥയാണ് മക്കളെ. എന്റെ ഫാദറിന്റെ ഫാദർ ഒരു ഫാദറായിരുന്നു. ഞങ്ങളുടെ ഒക്കെ ഫാദറിന്റെ ഫാദർ ഒരു മദറായിരുന്നു അച്ഛോ. ഇളക്കാണ് മക്കളെ. എന്നാ കേട്ടോ, എന്റെ ഫാദറിന്റെ ബ്രദർ ഒരു ഫാദറായിരുന്നു. ഇളയ ബ്രദർ ബ്രദറാ, ഇളയ സിസ്റ്റർ സിസ്റ്ററാ. അങ്ങനെ ഞങ്ങളുടെ കുടുംബം ഒരു ഹോളി ഫാമിലി. അതൊക്കെ ശരിയാ. അന്ന് വണ്ടി ഇടിച്ചപ്പോ അച്ഛൻ ഞങ്ങൾക്ക് കിട്ടൊന്ന് പണിതു. ഇപ്പൊ വീടിന്റെ പ്രശ്നം വന്നപ്പോ മറ്റൊരു പണിയും. അച്ഛൻ എന്തിനാണ് അച്ഛോ ഞങ്ങൾക്ക് ഇങ്ങനെ നിരന്തരമായി പണിയുന്നേ? ആ പെണ്ണ് അച്ഛന്റെ ആരാ? ഏത് പെണ്ണ്? ഞങ്ങളെ കുടി ഒഴിപ്പിച്ചിട്ട് അച്ഛൻ കൊണ്ടുവന്ന് കുടിയിരുത്തിരിക്കുന്ന ആ പെണ്ണ്. ഓ അതാണോ പ്രശ്നം? ആ അത് തന്നെ. ഞാൻ പണ്ട് എലവഞ്ചേരി ഇടവകയില് വികാരിയായിരുന്നപ്പോ പള്ളിമുറ്റത്ത് തുള്ളിച്ചാടി നടന്നിരുന്നൊരു പാവം പെൺകൊച്ച്. മാമോദിസ വെള്ളം തല വീണിട്ടില്ലെങ്കിലും അത് വീണ്ടും തലതെറിച്ചു പോയി നിന്നെ പോലെ കുറ്റം കേട്ടവളല്ല അവള്. തുള്ളിച്ചാടി നടന്നൊക്കെ ശരിയായിരിക്കും, പക്ഷെ അച്ഛോ ഞങ്ങളോട് ചതി വേണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്നോടുള്ള സ്പർദ്ധയെല്ലാം തീരും നിങ്ങളുടെയൊക്കെ തലയിൽ വെളിച്ചം വീണാൽ.